ഇന്ന് ഞാൻ വായിച്ച ഒരു ബൈബിളിലെ വചനമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതിനൊരു തോട്ട്. അതിങ്ങനെയാണ്: വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളും പുറപ്പെടും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, നമ്മുടെ കുട്ടികളും പാരൻറ്റിങ്ങും, അതാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതുപോലെ ടീച്ചേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, 40 പിള്ളേർ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു 4-5 പിള്ളേരെങ്കിലും വളരെ പ്രോബ്ലമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ സഹകരണമില്ലാത്ത ബിഹേവിയർ മോശമായിട്ടുള്ള പിള്ളേരെ കാണാൻ സാധിക്കും. ആ കുട്ടികളോട് സംസാരിച്ചാൽ, അവരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ നേരെ ചെല്ലുക അവരുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക്, പാരൻറ്റിങ്. അപ്പോൾ നല്ലൊരു പാരൻറ്റിങ് ലഭിച്ചാൽ, ഇല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കുട്ടികൾ സാധാരണ നിലയ്ക്ക് ഇതുപോലെ ആവാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെപ്പോഴും കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ എക്സ്പീരിയൻസിലാണ് അവരുടെ സ്വഭാവമൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ കുടുംബാന്തരീക്ഷം നല്ലതല്ലെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും ഈ രീതിയിലേക്ക് എത്താൻ പറ്റും. ആ കുട്ടികളെ നമുക്ക് ചെയ്യാവുന്നത് കൂടെ പിടിക്കുക, അവരെ നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. അത് നന്നാക്കാൻ ഏറ്റവും പറ്റിയൊരു രീതി എന്ന് പറയുന്നത് പാരൻറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്കൊരു ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ വൃക്ഷത്തിലുണ്ടാവുന്ന പ്രശ്നമാണ്, ഫലത്തിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല ഫലങ്ങൾ കിട്ടണമെങ്കിൽ നല്ല കുടുംബാന്തരീക്ഷം, സ്നേഹവും സൗഹൃദവും കൂട്ടായ്മയൊക്കെയുള്ള ഒരു സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് അവരെ സഹായിക്കും. ഓക്കെ.